അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഡോഡ്ജ് ഒരു ഫിനാൻഷ്യൽ കമ്പനിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫിനാൻഷ്യൽ കമ്പനിയിൽ വരുന്ന എന്തിനാണ്? പണം വാങ്ങാനായിട്ട്. അങ്ങനെ എന്താണ് നമ്മുടെ ഹീറോയ്ക്ക് പ്രശ്നമെന്നല്ലേ? ഹീറോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുകയാണ്. ഇപ്പൊ അടുത്തായിട്ട് തന്നെ ഒരു ഓഫീസ് ബിൽഡിംഗ് അവൻ വാങ്ങി അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരുപാട് പണം നഷ്ടമായത്. ആ ഒരു ഓഫീസ് ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനും കഴിഞ്ഞില്ല, അത് വാങ്ങാനായിട്ട് ആരും വരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓഫീസ് വർക്ക് പൂർണ്ണമായിട്ട് പൂർത്തിയായി കഴിഞ്ഞാലേ ആരെങ്കിലും അത് വാങ്ങിക്കാനും വരത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്തായാലും അവന് ഒരുപാട് പണം വേണം. ബാങ്കിൽ ചെന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അവനിപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ കമ്പനിയെ സമീപിച്ചിട്ടുള്ളത്. അതുമല്ലാതെ ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹീറോയുടെ ഭാര്യയാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നന്റ് കൂടിയാണ്. അപ്പോൾ അവളുടെ കാര്യവും നോക്കണം. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളാണ് അവന്റെ പുറകിലുള്ളത്. അങ്ങനെ ഹീറോ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അതിന്റെ ഓണർ വന്നിട്ട് നമ്മുടെ ഹീറോയോട് കാര്യങ്ങളെല്ലാം തിരക്കുമ്പോഴത്തേക്കാണ് അവന്റെ പ്രശ്നങ്ങളെല്ലാം അയാളോട് പറയുന്നു. ഇതേപോലെ ഞാൻ ഒരു കടത്തിൽ പെട്ടുപോയി, എന്റെ ഭാര്യയെ നല്ലതുപോലെ നോക്കണം. കൂടാതെ ഈ ഇടയ്ക്ക് ഞാൻ ഒരു ചെക്കപ്പ് നടത്തി, അതിലെനിക്ക് ബ്രെയിൻ ട്യൂമർ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പണം വേണമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ഇത്രയും പണം ഒരാൾക്ക് കൊടുക്കാൻ കഴിയത്തില്ല. ഓക്കെ, എന്തായാലും നിനക്ക് പണം തരാതിരിക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് മറ്റൊരു ഓഫർ തരാം. എനിക്കറിയാവുന്ന ഒരു ക്ലയന്റ് ഉണ്ട്. അയാളാണെങ്കിൽ ഇപ്പോൾ ഒരു ഗെയിം നടത്തുന്നുണ്ട്. ആ ഒരു ഗെയിമിന്റെ പേര് ഗെയിം ഓഫ് ഡെത്ത് എന്നാണ്. അതിന്റെ റൂളുകളാണെങ്കിൽ വളരെ സിമ്പിളാണ്. 24 മണിക്കൂർ ഒരു ദിവസം ആ ഒരു ഗെയിം ഉണ്ടാവും. ഈ ഒരു ദിവസത്തിനുള്ളിൽ എന്താ സംഭവിക്കുന്നതല്ലേ? ഒരു 5 പേര് നിന്നെ വെറുതെ അങ്ങ് കൊല്ലാൻ വരും. നീ ഈ ഒരു ദിവസത്തിനുള്ളിൽ അവരിൽ നിന്ന് രക്ഷപ്പെടണം, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നതും, എടാ വടുവാ ഇതെന്താണ്? ഇതിലെ ഒളിച്ചുകളി തൊട്ടുകളി അതുപോലെയാണല്ലോ പറയുന്നത്. ഒരു 5 പേര് വന്ന് കൊന്നിട്ട് പോകുമെന്ന്. കണ്ടാ മാന്യനെ പോലെ ഇരിക്കുന്നു, ഇവനെ പിടിച്ച് ജനാലയിലോട്ട് ഒരു ഒറ്റ ഏറിയേറാനുള്ളത്. അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാലേ നീ ആയിരിക്കും ജയിക്കുന്നത് എന്നിങ്ങനെ പറയുന്നതും, എന്തോന്ന് കൊല്ലാൻ പോകുന്നോ? ഈ ഒരു ഗെയിമല്ല ഞാനെങ്ങനെ കളിക്കാൻ പോകുന്നത്, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്ന് പറയാനായിട്ട് വരുമ്പോൾ ഇത് നോക്ക്, ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് മില്യൺ കണക്കിന് പണം കിട്ടും. ഒരുപക്ഷെ നീ ആ ഒരു ഗെയിമിൽ മരിച്ചു പോയാലും നിനക്ക് പണമെല്ലാം കിട്ടും, നിന്റെ ഫാമിലിക്കെങ്കിലും അത് ഉപകാരപ്പെടുമല്ലോ. അപ്പൊ ഇതല്ലാതെ നമ്മുടെ ഹീറോയ്ക്കും ഇനി വേറെ വഴിയില്ലാത്തത് കൊണ്ട് ശരി ഈ ഒരു ഗെയിം കളിക്കാം. എന്താ റൂളെന്ന് ചോദിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ 5 പേര് നിന്നെ കൊല്ലാനായിട്ട് വരും. 24 മണിക്കൂറിനുള്ളിൽ നീ അവരിൽ നിന്നും രക്ഷപ്പെടണം. അതുമല്ല ഈ ഒരു കാര്യം വേറെ ആരോടും നീ പറയാനും പാടില്ല. നിനക്കായിട്ട് ഇതേ ഈ ഒരു ഒറ്റ ഫോൺ മാത്രമേ ഞാൻ തരത്തുള്ളൂ. ഈ ഫോണിലാണെങ്കിലും ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിലൊരു ബീപ് ശബ്ദം കേൾക്കും. ഈ ഒരു ശബ്ദം എന്താണെന്ന് വെച്ചാൽ നിന്നെ കൊല്ലാൻ പോകുന്ന ആ 5 പേർക്കും നീ എവിടെയാണോ ഉള്ളതെന്നുള്ള ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഓരോ സമയം കഴിയുമ്പോഴും നീ അവരിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഓരോ മണിക്കൂർ കഴിയും തോറും നിനക്കായിട്ടുള്ള പണവും കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു പണം എല്ലാം കയറി കഴിഞ്ഞാൽ ഒരുപക്ഷെ നീ ഈ ഒരു ഗെയിമിൽ മരിച്ചു പോയാലും നിന്റെ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള പണവും കിട്ടും. അപ്പോൾ ഇതെല്ലാം നിന്റെ കയ്യിലാണുള്ളത്. മറ്റൊരു പ്രധാന റൂൾ എന്താണെന്ന് വെച്ചാൽ നീ ഈ ഒരു സിറ്റി വിട്ട് വെളിയിലേക്ക് പോകാൻ പാടില്ല. ഒരുപക്ഷെ നീ ഈ ഒരു കാര്യം പോലീസിനോട് പറയുകയോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റി വിട്ട് പുറത്തേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം 24 മണിക്കൂറിൽ ഒരിക്കലും തീരത്തില്ല. നിന്നെ അവരെപ്പോഴാണോ കൊല്ലുന്നത് അപ്പോഴും മാത്രമേ ഈ ഒരു ഗെയിം അവസാനിക്കത്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് ഇനി എന്തായാലും സമ്മതിക്കാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് എന്തായാലും ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് അവൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ ഒരു ഫ്ലാഷ് ബാക്കും കാണിക്കുകയാണ്. ഹീറോ രാവിലെ തന്നെ ജോയിങ് എല്ലാം പോയിട്ട്, ഒരു അത്ലറ്റും കൂടിയാണ്, ജോയിങ് എല്ലാം പോയിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് ആഹാരം എല്ലാം ഉണ്ടാക്കി തന്റെ ഭാര്യയ്ക്ക് ആഹാരം കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് അവൻ ഒരുപാട് കടം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ലെറ്റേഴ്സ് എല്ലാം വന്നിരിക്കുന്നു, അതെല്ലാം നോക്കുന്നു. പിന്നീട് തന്റെ ഭാര്യയായിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടി നേരെ അവന്റെ ഫ്രണ്ടിന്റെ ബാറിലേക്ക് ഇങ്ങനെ ചെല്ലാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് $50,000 കടമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയെ അവൻ മാറ്റി നിർത്തിയിട്ടാണ് പറയുന്നത്, എന്റെ പണം നീ എത്രയും പെട്ടെന്ന് തരണമെന്നൊന്നുമില്ല, പതിയെ നിനക്ക് ഒക്കുമ്പോൾ തന്നാൽ മതി. പക്ഷേ ബാക്കിയുള്ള നിന്റെ കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നീ അടച്ചു തീർക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോ ജോലിക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ബസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തല വേദനിക്കുന്നത് പോലെ, അതുമല്ലാതെ അവിടെ വെച്ച് തന്നെ അവന്റെ ബോധം പോയി താഴേക്കൊന്ന് വീഴുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ അവൻ ഇപ്പോൾ ആശുപത്രിയിലാണ്. അപ്പോഴാണ് അവൻ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്, ഇതേപോലെ നിനക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ട്, നിന്റെ തലയിൽ എന്തോ ഒരു കട്ടിയുള്ള സാധനമുണ്ട്, അതുമല്ലാതെ നീ ഇനി കുറച്ച് നാളും കൂടിയേ ജീവനോടെ ഉണ്ടാവത്തുള്ളൂ. ഇത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം ആവശ്യമാണ്. അതുമല്ലാതെ ഇവന്റെ ഇൻഷുറൻസ് ആണെങ്കിലും ഇപ്പൊ തീരുകയും ചെയ്തു. അതുകൊണ്ട് വെളിയിൽ വന്നിട്ട് ഇവൻ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അവന്റെ ഭാര്യയ്ക്കാണെങ്കിൽ അത്രയും വിഷമം. അപ്പോഴാണ് അവിടെയുള്ള ഒരു വർക്കർ അവന്റെ കയ്യിലുള്ള ഒരു കാർഡ് കൊടുത്തിട്ട്, ദേ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പോയി നീ പണം ചോദിച്ചു നോക്ക്, അവര് ചിലപ്പോൾ തരാതിരിക്കത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു സ്ഥലത്തിന്റെ കാർഡ് കൊടുക്കുന്നത്. അതനുസരിച്ചാണ് ഹീറോ ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളതും. അതുമല്ലാതെ ഡോക്ടർമാർ പറഞ്ഞത് എന്താണ്, ഇനി കുറച്ച് നാളും കൂടി അവൻ ജീവനോടെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോ ചത്താലും കുഴപ്പമില്ല, എന്റെ ഫാമിലിക്ക് എന്തായാലും പണം കിട്ടുമല്ലോ. അങ്ങനെയാണ് നമ്മുടെ ഹീറോയും ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് സമ്മതിക്കുന്നത്. അപ്പോഴേക്കും ആ ഒരു പണക്കാരനായാലും പെട്ടെന്ന് നമ്മുടെ ഹീറോയോട് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നീ നാളെ തന്നെ എന്നെ വന്ന് കാണണം എന്നുള്ള രീതിയിൽ
അവനെ പറഞ്ഞു വിടുന്നതും ഹീറോ നേരെ വീട്ടിലേക്ക് വന്നിട്ട് അവന്റെ ഭാര്യയോട് പറയും, ഇതേപോലെ നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടും എന്ന് പറയുമ്പോൾ അവന്റെ ഭാര്യയ്ക്ക് നല്ല സന്തോഷമായി. പക്ഷെ അന്ന് രാത്രി അവളത് കേട്ട് സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിലും ഹീറോയ്ക്ക് ഒരിക്കലും ഉറക്കം വരത്തില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു ഗെയിമിൽ ജയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അയാളെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ അവനെ കാണുന്നത് അയാളാണെങ്കിലും ഈ റൂൾസ് എല്ലാം ഒന്നുകൂടി ഇങ്ങനെ പറഞ്ഞിട്ട് ഗെയിമിന് ഇപ്പോൾ ഉടനെ തന്നെ തുടങ്ങും. അവന്റെ പേഴ്സും ഫോണും മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങി വയ്ക്കുന്നു. എന്നിട്ട് ഹീറോയോട്, നിനക്ക് ഈ ഒരു ഗെയിമിൽ നിന്ന് ഒരു പക്ഷേ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നിനക്ക് ആ ഒരു 5 കൊലയാളികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരിക്കലും നീ ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത്. ആൾക്കൂട്ടം ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ എപ്പോഴും പോകാൻ ശ്രമിക്കുക. അതുകൊണ്ട് ആ ഒരു കൂട്ടത്തിൽ വെച്ചിട്ട് നിന്നെ എന്തായാലും ആ ഒരു കൊല ചെയ്യത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ കയ്യിലേക്ക് ആ ഒരു ഫോൺ ഇങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് പറയും, ഈ ഫോണിൽ ഓരോ മണിക്കൂർ കഴിയും തോറും ഒരു ശബ്ദം കേൾക്കും, അത് നീ എവിടെയാണെന്നുള്ള കാര്യം ആ കൊലയാളികൾക്ക് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നീ ഈ ഒരു ഫോൺ നിന്റെ കയ്യിൽ തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോ മണിക്കൂർ കഴിയും തോറും നിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര പണം വരും എന്നുള്ള കാര്യവും നിനക്ക് ഈ ഒരു ഫോണിലൂടെ തന്നെ അറിയാനും കഴിയും എന്ന് പറയുന്നതും സമയം ഇപ്പോൾ 6:45 അങ്ങനെയാണെങ്കിൽ നിന്റെ ടൈം സ്റ്റാർട്ട് നൗ എന്ന് പറയുന്നതും ഹീറോയ്ക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. ഒരു വിധത്തിൽ ഗെയിമിൽ കയറിപ്പെട്ടു. ഇനിയിപ്പോൾ ഈ 5 കൊലയാളികളിൽ യുവമാർ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് എങ്ങനെ അറിയാൻ കഴിയും? എന്നിട്ട് ഓടി വെളിയിലേക്ക് വന്ന് അടുത്തുള്ളൊരു ബസ് പിടിച്ചു നിർത്തി അതിനകത്തേക്ക് കയറിയിട്ടാണ് പറയുന്നത്, സോറി എൻ്റെ കയ്യിൽ പണമില്ല, എന്നെ അടുത്ത സ്റ്റോപ്പിലേക്ക് ആക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നതും ആ ഒരു ഡ്രൈവർ ആണെങ്കിലും പറയും, ഓക്കെ ശരി വേറെ വഴിയില്ല, നിങ്ങൾ പോയിരുന്നു എന്ന് പറയുന്നതും ഹീറോ നേരെ ആ ഒരു സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. അതുമല്ല ഇപ്പൊ നല്ല പേടിയായി, ചുറ്റുമുള്ളവരെ നല്ല രീതിയിൽ സംശയമായി. കാരണം ആരാണ് കൊലയാളി, എവിടെ നിന്നാണ് ബുള്ളറ്റോ കത്തിയോ എന്താണ് വരുന്നത് പോലും അറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് പേടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാള്, ഹേയ് നിർത്ത് ഞാനും കൂടി കയറാനുണ്ടെന്ന് പറഞ്ഞ് ബസ്സിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. അപ്പൊ അവനെ കാണുമ്പോഴത്തേക്കും ഹീറോ വിചാരിക്കും ഇനി അവനായിരിക്കും കൊലയാളി എന്ന് പറഞ്ഞിട്ട് പ്ലീസ് ബസ് സ്റ്റോപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ബസ് നിർത്തി കൊടുക്കും. അയാളും അകത്തേക്ക് കയറുന്നു. അതും അയാള് നേരെ വന്നിട്ട് ഹീറോയുടെ അടുത്ത് തന്നെ ഇരിക്കും. എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഹീറോ, ഇവന്റെ അടുത്തിരുന്നാൽ ശരിയാവത്തില്ല, ഇവനായിരിക്കും കൊലയാളി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു ബസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകും. അതേസമയം ഹീറോയുടെ ഭാര്യയെ കാണിക്കുമ്പോഴത്തേക്കും അവൾ അവന്റെ ലാപ്ടോപ്പ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ബാങ്കിലെ മെസ്സേജിൽ $50,000 ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിൽ കയറി കഴിഞ്ഞ ഉടനെ തന്നെ പണം അക്കൗണ്ടിലേക്ക് വീഴും. അപ്പൊ അവള് വിചാരിക്കും ഒരു ഇൻവെസ്റ്ററെ കിട്ടിയാലോ, അയാളായിരിക്കും പണം അയച്ചത് എന്നുള്ള രീതിയിൽ സന്തോഷിച്ച് നമ്മുടെ ഹീറോയെ വിളിക്കുമ്പോഴത്തേക്കും ഹീറോയുടെ കയ്യിലാണെങ്കിൽ ഫോണില്ലല്ലോ, അതുകൊണ്ട് അവനെ വിളിക്കാൻ കഴിയുന്നില്ല. അതേസമയം ഹീറോയുടെ ഫോണാണെങ്കിൽ ആ പണക്കാരന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവനാണെങ്കിൽ ആ ഒരു ഫോൺ നോക്കി ഇങ്ങനെ വന്നിട്ട് കോൾ എടുക്കുന്നില്ല. അവൻ അങ്ങനെ ഒരു റൂമിനകത്തേക്ക് കയറി വരുന്നതും ഈ ഗെയിം നിർമ്മിച്ച ആ ഒരു മരമാക്രി ആരാണെന്ന് അറിയണ്ടേ, ആ ഒരു മരമാക്രിയെ ഈ ഒരു പണക്കാരൻ തന്നെയാണ്. റൂമിലാണെങ്കിൽ നമ്മുടെ ഹീറോ എവിടെയാണ്, ആ ഒരു 5 കില്ലർമാര് അവരെവിടെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും, ലൊക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവന് കാണാൻ കഴിയും. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ പേടിച്ചിട്ട് ചുറ്റിനും നോക്കി അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഒരു കാർ അവനെ ഫോളോ ചെയ്യുന്നത് പോലെ, അവരിനി വേറെ എവിടെയെങ്കിലും പോയതാണോ ഇല്ലെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും അവൻ നല്ല രീതിയിൽ പേടിച്ചിട്ട് അടുത്തുള്ളൊരു മാളിനകത്തേക്ക് കയറിപ്പോവും. അപ്പോഴേക്കും ഒരു കണ്ണാടിക്കാരൻ നമ്മുടെ ഹീറോയെ കുറച്ച് ദൂരെ നിന്ന് കണ്ടിട്ടാണ് ആ ഒരു പണക്കാരനെ വിളിച്ചിട്ട്, എന്താളിയാ നീ അയച്ച ആള് നല്ല രീതിയിൽ പേടിക്കുന്നുണ്ടല്ലോ, ഇവനെ കൊണ്ടൊക്കെ ജയിക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുന്നതും ഈ ഒരു കണ്ണാടി ആരാണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോയെ എപ്പോഴും ഫോളോ ചെയ്തിട്ട് അവൻ റൂൾ എന്തെങ്കിലും തെറ്റിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ ഈ കില്ലറിനും ഹീറോയ്ക്ക് ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം തീർക്കണമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ അവന്റെ പുറകെ നടക്കുന്നത്. അപ്പൊ ആ ഒരു പണക്കാരനായാലും കണ്ണാടിക്കാരനോട് പറയും, ഹേയ് നീ നോയിക്കോ, അവൻ നല്ല രീതിയിൽ ഈ ഒരു ഗെയിം കളിക്കും, മറ്റുള്ളവരെ പോലെയല്ല, അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് കണ്ണാടിയോട് പറയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മരമാക്കരി നോക്കുമ്പോഴത്തേക്കും ആ ഒരു മാളിനുള്ളിൽ ഹീറോയും ഉണ്ട്, അതേപോലെ തന്നെ ആ ഒരു കില്ലറും ഹീറോയുടെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഇതറിയാതെ നമ്മുടെ ഹീറോ ആ ഒരു മാളിനുള്ളിലേക്ക് പോവല്ലേ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ എവിടെ നിൽക്കാൻ കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് അടുത്തുള്ള ലിഫ്റ്റിനകത്തേക്ക് കയറുമ്പോൾ അതിനകത്താണെങ്കിൽ ഒരു അമ്മയും കുഞ്ഞുങ്ങളെ നിൽക്കാണ്. അങ്ങനെ ലിഫ്റ്റ് മുകളിലേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കോട്ടിൻ സ്യൂട്ടെല്ലാം ഇട്ടിട്ട് ഒരുത്തൻ അതിനകത്തേക്ക് കയറി വരുന്നതും അവനെ കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ഇവൻ തന്നെയാണ് തന്നെ കൊല്ലാൻ വന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു അമ്മയുടെ കയ്യില് ഒരു ബാഗ് ഉണ്ട്, അതിലൊരു പേന ഉണ്ടായിരുന്നു. ആ ഒരു പേന എടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ വെച്ചേക്കുന്നു. അങ്ങനെ ഈ ഒരു ലിഫ്റ്റ് ആണെങ്കിലും മുകളിലേക്ക് പോയിട്ട് ഒരു ഫ്ലോർ എത്തുമ്പോഴത്തേക്കും ആ ഒരു അമ്മയും കുഞ്ഞും അതേപോലെ തന്നെ ആ ഒരു കോട്ട് സ്യൂട്ട് ഇട്ടവനും അവിടേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ആശ്വാസമായി, എന്തായാലും ഇവനല്ല എന്നുള്ള രീതിയിൽ ഹീറോ അടുത്ത ഫ്ലോറിലേക്ക് ചെന്നിട്ട് അവിടെ ഇറങ്ങി ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് എവിടെയൊക്കെ പോയി ഇനിയിപ്പോ ഓടിക്കാം, ആ കില്ലർമാർ എവിടെ നിന്നൊക്കെ വരും എന്നുള്ള രീതിയിൽ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാണ്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ പുറകിൽ എന്തോ ഒരു ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു കില്ലർ നിൽക്കുന്നു. നേരത്തെ ആ ഒരു കോട്ട് സ്യൂട്ട് ഇട്ടല്ലോ, അവൻ തന്നെയായിരുന്നു കില്ലർ. അതുമല്ല അവന്റെ കയ്യിലാണെങ്കിൽ മൂർച്ചയുള്ള ഒരു കമ്പിയുണ്ട്. ഇനി സ്ക്രൂ ഡ്രൈവർ ആണോ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ പോലെ എന്തോ ഒന്നാണ്. ഇത് കാണുന്നതും ഓടി തള്ളിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒരു ഒറ്റ ഓട്ടം അങ്ങനെ ഓടി വന്ന് അതിനകത്തുള്ള ഒരു ബാത്റൂമിനകത്തേക്ക് കയറി ഒളിക്കുന്നതും ആ ഒരു കില്ലറും അതിനകത്തേക്ക് കയറുന്നിട്ട്, ഹലോ സഹോദര, അവന്റെ അകത്ത് കയറിയിട്ട് ഒരു കാര്യമില്ല, വെളിയിലേക്ക് വാ, നിന്നെ നൈസായിട്ട് കൊന്നിട്ട് ഞാൻ അങ്ങ് പൊക്കോളാം, ഇനി നിന്നെ കൂടി കൊന്നു കഴിഞ്ഞാല്
ഞാൻ 100ാമത്തെ ആളെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാത്റൂമിനകത്തേക്ക് ഇങ്ങനെ കുനിഞ്ഞു നോക്കാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ക്ലോസറ്റിന്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നതും ഇവൻ ഓരോ അടുത്തായിട്ട് നോക്കി അവസാന ഭാഗത്തെത്തി. ഓ, അപ്പൊ നീ ഇവിടെയാണല്ലേ ഉള്ളത് എന്നും പറഞ്ഞ് ഡോർ ചവിട്ടി തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ആ ഒരു ചെറിയ പേനയും കൊണ്ടിരിക്കുന്നു. ഇതെന്തിനാടാ ഒപ്പിടാൻ വേണ്ടിട്ടോ. അപ്പോഴേക്കും ആ ഒരു കില്ലർ പെട്ടെന്ന് ആ ഒരു പണക്കാരനെ വിളിച്ചിട്ടാണ്, എന്താണ് ഇതേപോലെ ഒരു പേടിത്തൊണ്ടനെയാണോ വീണ്ടും പറഞ്ഞു വിടുന്നത്? ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഞാൻ കടലെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത്? ഈ ഒരു ഗെയിം വളരെ ബോറിംഗ് ആയിപ്പോയി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പണക്കാരൻ പറയും, സോറി അടുത്ത തവണ നല്ലൊരാളെ സെലക്ട് ചെയ്ത് അയക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നതും ഇവൻ നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് വരുമ്പോൾ ഹീറോ അവനെ തള്ളി താഴേക്ക് ഇട്ടിട്ട് ഒരൊറ്റ ഓട്ടം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കില്ലർ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഹീറോ ഇങ്ങനെ രക്ഷപ്പെട്ട് പോയത് കൊണ്ട് അവനും ഗെയിം ഇത്തിരി ഇൻട്രസ്റ്റ് ആയി. അതുകൊണ്ട് ഇനി എന്തായാലും നിന്നെ കൊല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞ് കില്ലർ അവന്റെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഹീറോയുടെ അക്കൗണ്ടിലേക്ക് വീണ്ടും പണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഹീറോ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഇനിയിപ്പോൾ 15 സെക്കൻഡിലേക്ക് ഒരു വലിയ ബീപ്പ് സൗണ്ട് ആ ഒരു ഫോണിലുണ്ടാവുമല്ലോ എല്ലാ കില്ലർമാർക്കും ഹീറോ എവിടെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ഒരു പേടിയിൽ ഹീറോ നടന്നു പോകുന്നതും പെട്ടെന്നൊരു താടിക്കാരൻ ഹീറോയുടെ കൂടെ തന്നെ നടന്നിട്ട് നൈസായിട്ട് ഒരു കത്തിയെടുത്ത് ഹീറോയുടെ വയറിലേക്ക് ഇങ്ങനെ വെച്ച്, മര്യാദയ്ക്ക് എന്നോടൊപ്പം വന്നോ എന്ന് പറയുന്നു. എന്താണെന്ന് വെച്ചാൽ അവനും ഒരു കില്ലർ തന്നെയാണ്. ഇവനിപ്പോൾ ഇവിടെ വെച്ച് കൊല്ലാതിരിക്കാൻ കാരണം കൂട്ടത്തിൽ വെച്ചിട്ട് എന്തായാലും ആരെയും കൊല്ലത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഹീറോയെ വിളിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഹീറോയെ മുകളിലേക്ക് എസ്കലേറ്റർ വഴി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ആ കോട്ട് സ്യൂട്ട് ഇട്ട കില്ലർ ഉണ്ടല്ലോ, അവൻ ഇത് കണ്ടിട്ട് അവൻ പെട്ടെന്ന് വന്ന എസ്കലേറ്ററിന്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാനാണ് അവനെ കൊല്ലുന്നതെന്ന് പറഞ്ഞ് ഓടി മുകളിലേക്ക് വരുന്നു. എടാ, കൊല്ലുന്നതോ കൊല്ലാൻ പോകുന്നു, ആരെങ്കിലും ഒരുത്തം കൊന്നിട്ട് കളി തീർക്കാനുള്ളത്, ഇനിയിപ്പോ ഞാൻ കൊല്ലു അവൻ കൊല്ലു എന്നെല്ലാം പറഞ്ഞ. അങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ അവനെ തള്ളിക്കളഞ്ഞ് ഹീറോ അവിടെ നിന്നും രക്ഷപ്പെട്ട് നേരെ വെളിയിലേക്ക് ആ ഒരു മാളിന് വെളിയിലേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. അപ്പൊ ഹീറോ ഓടിപ്പോകുന്നത് ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അവൻ അവിടെ നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പണക്കാരനെ വിളിച്ച്, ഏയ് കുഴപ്പമില്ലല്ലോ, നീ സെലക്ട് ചെയ്ത ആളിപ്പോ 2 പേരിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ലതുപോലെ തന്നെ ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ശരി, എന്തായാലും നമുക്ക് നോക്കാം എത്ര നേരം അവൻ രക്ഷപ്പെട്ട് നിൽക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലും ഇവന്മാരെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് ഈ ഒരു ദിവസം കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓടി വരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സൈക്കിളിൽ കാല് തട്ടിയിട്ട് അടുത്തുള്ള പടിക്കെട്ട് വഴി ഉരുണ്ട് താഴെ ഒരു സബ്വേയിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ താഴേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ നീലക്കോട്ടിട്ട കില്ലർ ഉണ്ടല്ലോ അവൻ വന്നിട്ട്, എന്തു പറ്റി, എന്നെ വിട്ട് രക്ഷപ്പെട്ട് പോവാന്ന് വിചാരിച്ചു? കഴിഞ്ഞ് ഈ ഒരു ഗെയിമും അവസാനിച്ചു, നിന്റെ ജീവിതവും ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാനായിട്ട് വരുന്നതും പെട്ടെന്ന് മുകളിൽ ഒരു പോലീസുകാരൻ വന്ന് നിൽക്കുന്നു. ഏയ്, എന്താ അവിടെ പ്രശ്നം? എന്നിട്ട് നമ്മുടെ ഹീറോയുടെ, സാർ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങളവിടെ ഒന്ന് വീഴുന്ന ഞാൻ കണ്ടു എന്ന് ചോദിക്കുന്നതും, എന്റെ പൊന്നോ, ഇങ്ങനെ ഇപ്പൊ മാറ്റി നിർത്തി കഴിഞ്ഞാല് മാലയിട്ട് പൂജിക്കേണ്ട അവസ്ഥയാണ്. കാരണം ദൈവത്തെ പോലെയാണ് ഇപ്പൊ കൺമുന്നിൽ വന്ന് നിൽക്കുന്നത് ഹീറോയുടെ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല സാർ, സേഫ് ആണെന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു ഗ്യാപ്പിൽ വീണ്ടും നീലക്കൊട്ടിട്ട് ആ ഒരു കില്ലറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. അത് കഴിഞ്ഞ് ജീവനും കയ്യിൽ പിടിച്ചാണ് ഓടുന്നത്. എന്നിട്ട് ഓടി അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കില്ലർ അവിടെ നിപ്പോട്. അപ്പോഴേക്കും അവിടെ ഒരു ട്രെയിനും വരുന്നു. ഓടി കയറാനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ അത് വെച്ച് ഒരു ഒറ്റ കുത്ത്, പക്ഷെ ജസ്റ്റ് മിസ്, ഡോർ അടഞ്ഞതുകൊണ്ട് ഹീറോ എന്തായാലും രക്ഷപ്പെട്ടു. അപ്പോഴേക്കും നമ്മുടെ പണക്കാരനായാലും ഇതെല്ലാം കണ്ടിട്ട് നല്ല സന്തോഷം. ഹേയ്, അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ് അവൻ ഈ ഒരു ഗെയിം ഇപ്പൊ ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അതേസമയം ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാരായിരിക്കും ഇടുന്നതെന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നേരെ ബാങ്കിലേക്ക് ചെന്ന് അതാരാണെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കും അവർക്ക് അത് കറക്റ്റ് ആയിട്ട് ആരാണ് പണം അയക്കുന്നതെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ സംശയമായി. കാരണം ഹീറോയെ ഇപ്പോൾ കാണാനില്ല, കുറെ നേരമായിട്ട് പണവും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യം ഇവർ പോലീസിലും വിളിച്ചു പറയും. അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്ക് അവൻ ഇപ്പോഴും ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓടി അവസാനം ഒരു ചർച്ചിനകത്തേക്ക് കയറി വരും. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാന്നുള്ള രീതിയിൽ ഓടി വന്ന് കുമ്പസാര കൂട്ടിലേക്ക് കയറിയിരുന്നിട്ട് അവിടുത്തെ ഫാദറിനോട് ആ ഒരു കുമ്പസാരം നടത്താനായിട്ട് ഇങ്ങനെ വരുന്നതും അവന്റെ റൂമിന്റെ വെളിയിൽ ആരോ വന്ന് നിൽക്കുന്നു. ഇത് കാണുന്നത് ആ ഒരു കർട്ടൻ എടുത്ത് അവന്റെ മുകളിലേക്ക് ഇട്ട് അവനെ താഴേക്ക് ഇട്ട് നല്ല രീതിയിൽ ഇടിക്കുകയാണ്. അപ്പോഴേക്കും ഫാദർ വന്നിട്ട്, ഹേയ്, നീ എന്താ ചെയ്യുന്നേ? ഇതേപോലെ ഒരുത്തനായിട്ട് ഇടിക്കാനായിട്ട് അവൻ എന്താ ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ, സോറി ഫാദർ, എന്നോട് ക്ഷമിക്കണം, എന്നെ കൊല്ലാനായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് എന്റെ ചുറ്റിനുമുണ്ട്, അവരിൽ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ അവനെ ഉപദ്രവിച്ചത് എന്നും പറഞ്ഞ് നമ്മുടെ ഫാദറിനോട് ക്ഷമയെല്ലാം ചോദിച്ചേ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു ഫോണില് ആ ഒരു ബീപ് സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങും. പക്ഷെ ഇവിടെയാണ് ഒരു 1.5 ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ഫാദറും ഒരു കില്ലർ തന്നെയായിരുന്നു. കറങ്ങി അവസാനം ചെന്നൈയുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടൊരവസ്ഥയായിപ്പോയി. അപ്പോഴേക്ക് ഇതെല്ലാം നമ്മുടെ ഒരു പണക്കാരൻ കണ്ടിട്ട് പെട്ടെന്ന് കണ്ണാടിക്കാരനെ വിളിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അവന്റെ ജോലി കഴിഞ്ഞു. ശരി, അവനെ കൊന്നതിന് ശേഷം ആ ഒരു സ്ഥലം എന്തായാലും നല്ലതുപോലെ വൃത്തിയാക്ക് എന്നിങ്ങനെ പറയുന്നതും ഇവിടെ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു മൊട്ട ഫാദർ നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് ഒരു ചുറ്റിയിലും എടുത്തിട്ട് അവനെ അടിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. എടാ, മൊട്ടയുടെ തലക്കിട്ട് ഒരു അടിയും കൊടുത്ത് രക്ഷപ്പെടാനുള്ളത് ഹീറോയ്ക്കാണെങ്കിൽ പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല. ഹീറോ അടി കൊണ്ട് താഴെയെല്ലാം വന്ന് വീഴുന്നു. ആ ഒരു സമയത്താണ് മൊട്ട കില്ലർ ചുറ്റിയിലെടുത്ത് ആ ഒരു ഡോറിന്റെ ഭാഗത്തേക്ക് അടിക്കുന്നതും പൂട്ട് പൊട്ടിയിട്ട് ഹീറോ പെട്ടെന്ന് മൊട്ടയെ തള്ളിക്കളഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു ഡോറും അടച്ചിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ചുറ്റിയിലെടുത്ത് ഹീറോയുടെ കാലിലേക്ക് ഒരു ഒറ്റയടി. എന്നിരുന്നാലും ഹീറോ മൊട്ടയെ തള്ളിക്കളഞ്ഞ്
അവിടെയുള്ള ഒരു വഞ്ചിയുണ്ട്, അതും തകർത്ത് അതിൽ നിന്ന് അത്യാവശ്യം പണവും എടുത്ത് അവിടെ നിന്ന് നേരെ വെളിയിലേക്കും വരും. വെളിയിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ആ ഒരു പണം കൊണ്ട് ആവശ്യമായിട്ടുള്ള മരുന്നും ഫുഡെല്ലാം വാങ്ങി കാലെല്ലാം വെച്ച് കെട്ടി ഇപ്പോ ഞൊണ്ടി ഞൊണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് വീണ്ടും ഫോണിൽ ആ ഒരു ബീപ് ശബ്ദം കേൾക്കുന്നു. 1 മണിക്കൂർ ഇപ്പൊ വീണ്ടും കഴിഞ്ഞു. ഷടാ, ഇപ്പോഴാണ് ഒരുത്തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. വീണ്ടും ഇതാ കാണിച്ചു കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നതും നമ്മളെ നീല കോട്ടിട്ട ആ ഒരു കില്ലർ അവന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നു. ആ ഒരു സമയത്ത് ഹീറോ അവനെ കണ്ടിട്ട് എന്താ ചെയ്യുന്ന വെച്ചാല് അടുത്തുള്ള ഒരു കാറിന്റെ ഡിക്കി തുറന്ന് അതിനകത്തേക്ക് കയറി കിടക്കും. അങ്ങനെ ഈ ഒരു കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നതും എന്താണെന്ന് വെച്ചാല് ഈ ഒരു കാർ ഇപ്പോൾ ഈ ഒരു സിറ്റി കടന്ന് പോകാൻ പോവാണ്. അപ്പൊ അതെന്തായാലും ആ റൂള് തെറ്റിക്കുകയാണല്ലോ. അതുമല്ല, ഇത് തെറ്റിച്ചു കഴിഞ്ഞാല് ഹീറോയെ കൊല്ലുന്നത് വരെയും ഈ ഒരു ഗെയിം അവസാനിക്കത്തില്ല. അതുകൊണ്ട് ഹീറോ ആണെങ്കിൽ ഡിക്കിയിൽ നല്ല ഇതിൽ കാലിട്ട് ചവിട്ടുന്നതും ഈ ശബ്ദം കേട്ട് അവർ പെട്ടെന്ന് കാർ നിർത്തി ഡിക്കി വന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് അയ്യോ സോറി, എന്നോട് ക്ഷമിക്കാൻ അറിയാതെ കയറിപ്പോതാണെന്നെല്ലാം പറഞ്ഞിട്ട് അവരോട് സോറി പറഞ്ഞ് അടുത്തുള്ളൊരു റെയിൽ പാളത്തിലൂടെ നടന്നിങ്ങനെ പോവാണ്. എന്നിട്ട് നേരെ തിരിച്ച് സിറ്റിയിലേക്ക് വരുന്നതും അവിടെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് മോഷ്ടിച്ച് കാറും എടുത്ത് നേരെ സിറ്റിയിലേക്ക് വന്നിട്ട് ആ ഒരു കാറും കൊണ്ട് അവസാനമായിട്ട് വരുന്നത് അവന്റെ വീട്ടിലേക്ക് തന്നെയാണ്. അങ്ങനെ തന്റെ ഭാര്യയെ കുറച്ച് ദൂരെയെങ്കിലും നിന്നിട്ട് കാണാന്നുള്ള രീതിയിൽ വീടിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടേക്ക് ആ ഒരു മൊട്ട കില്ലർ ഉണ്ടല്ലോ, അവനൊരു ബൈക്കിൽ ഇങ്ങനെ വരുന്നു. ഇത് കാണുന്നത് നമ്മുടെ ഹീറോ വീണ്ടും ആ ഒരു കാർ കൊടുത്ത് നല്ല സ്പീഡിന് പോകുന്നു. മൊട്ട കില്ലർ ആണെങ്കിൽ ബൈക്കിൽ പുറകെയുണ്ട്. അങ്ങനെ ഹീറോ ആണെങ്കിലും നല്ല സ്പീഡിന് കാർ ഓടിച്ച് ഒരിടത്തേക്ക് കൊണ്ടുവന്ന് ആക്സിഡന്റ് ചെയ്യുന്നതും മൊട്ട കില്ലർ ആണെങ്കിലും ബൈക്കും എടുത്ത് പുറകെ വന്നിട്ട് അതിലേക്ക് വന്ന് ഇടിച്ച് അവന് താഴെ വന്ന് വീഴും. അങ്ങനെ ഹീറോ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മൊട്ടയ്ക്ക് ഇപ്പോഴും ദേഷ്യം അടങ്ങിയിട്ടില്ല. ഞാൻ തന്നെ നിന്നെ കൊല്ലും, എവിടെ പോയാലും നിന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ മൊട്ട ആദ്യം നിന്റെ കൈയും കാലൊക്കെ വെച്ച് കെട്ടും, അത് കഴിഞ്ഞ് എന്നെ കൊല്ലാൻ വാ എന്നുള്ള രീതിയിൽ എന്ന് ഹീറോ പറയത്തില്ല. എന്നിരുന്നാലും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാല് അവിടെ ഉള്ളൊരു വലിയ കല്ലെടുത്തിട്ട് മൊട്ടയുടെ തലയിലേക്ക് എറിഞ്ഞ് മൊട്ട അവിടെ വെച്ച് തന്നെ കൊല്ലും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് നേരെ ഒരു ഹാർബറിലേക്കാണ് വരുന്നത്. അവിടേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഇപ്പോഴും ആളുടെ കൂട്ടം ഉണ്ടാവും. അതുകൊണ്ട് അവിടേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ബോട്ട് പുറപ്പെടാനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹീറോ നേരെ ആ ബോട്ടിനകത്തേക്ക് കയറിയിട്ട് അതിനകത്തുള്ള ലേഡിയോട് ചോദിക്കും, അല്ല ഈ ഒരു ബോട്ട് എപ്പോഴും എടുക്കുന്നത്, എത്ര നേരം ഈ ഒരു ബോട്ട് ഈ ഒരു സിറ്റിയിൽ ചുറ്റി കറങ്ങുമെന്ന് ചോദിക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂർ എന്തായാലും ഈ ഒരു ബോട്ട് ഈ സിറ്റിയിൽ ചുറ്റി ഇങ്ങനെ നടക്കും, അതിനുശേഷം മാത്രമേ ഈ ഒരു സിറ്റി വിട്ട് വെളിയിലേക്ക് പോകത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ സന്തോഷമായി. അതുകൊണ്ട് അവന് നേരെ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു ബോട്ടിന്റെ കിച്ചൺ ഭാഗത്തേക്ക് പോവാണ്. കാരണം ഇത്രയും നേരമായിട്ട് ഓടിയിട്ട് വലിയ രീതിയിൽ ആഹാരം കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്നും പറഞ്ഞ് കിച്ചണിലേക്ക് ചെന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ലേഡി അവിടേക്ക് വന്നിട്ട്, സാർ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്, ബോട്ട് എടുത്തില്ലല്ലോ, ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ സോറി എനിക്ക് ദാഹിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നതും അവള് പറയും, അതെ ശരി തന്നെയാണ്, രാവിലെ മുതൽ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് എന്തായാലും ദാഹം എടുക്കും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ആരാണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി, ഇവളും ഒരു കില്ലിയാണ്. എവിടെ പോയാലും അപകടം തന്നെയാണ്. ഇപ്പൊ ഏകദേശം 4 കില്ലർമാരെ നമ്മൾ കണ്ടു, ഇനി ഒരു കില്ലറും കൂടിയുണ്ട്, അവൻ ഇനി ഏത് ഗുദാമിൽ പോയിരിക്കുന്നെന്ന് ആർക്കറിയാം. അങ്ങനെ ഹീറോ ആണെങ്കിലും അവളെ ഇടിക്കുന്നു, അവളാണെങ്കിലും നമ്മുടെ ഹീറോ ഇടിക്കുന്നു. ഒരു വിധത്തിൽ അവളെ ഇടിച്ച് താഴേക്കിട്ട് ഹീറോ നേരെ ബോട്ടിന് മുകളിലേക്ക് ചെല്ലും. അതുമല്ലാതെ ഈ ഒരു ബോട്ടാണെങ്കിൽ ഒരുപാട് നേരം ചുറ്റിക്കറങ്ങി അവസാനം ഇപ്പൊ ഈ ഒരു സിറ്റി വിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് വരികയാണ്. അപ്പോഴേക്കും ആ ഒരു കില്ലി അവിടേക്ക് വന്നിട്ട്, ആ ഇതോടെ നിന്റെ കഥ എന്തായാലും കഴിഞ്ഞു, ഇനി നിനക്ക് രക്ഷയില്ല എന്ന് പറയുന്നതും ഹീറോ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ പാലമുണ്ട്, അത് ആ പാലം കഴിഞ്ഞു കഴിഞ്ഞാലേ ഈ ഒരു സിറ്റി കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു പാലത്തിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് അതിലേക്ക് ചാടി തൂങ്ങി കിടക്കും. അപ്പൊ നമ്മുടെ കില്ലി ആണെങ്കിലും വെറുതെ ഇരിക്കോ, അവളും പെട്ടെന്ന് ആ ഒരു പാലത്തിലേക്ക് ചാടി പിടിച്ച് അതിൽ പിടിച്ചിട്ട് അവന്റെ അടുത്തേക്ക് തൂങ്ങി വരുന്നതും ഹീറോ പേടിച്ചിട്ട് ഒരു ഒറ്റ ചവിട്ടുകൊണ്ട് കില്ലി നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴും. അങ്ങനെ അവളെയും വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ആ ഒരു സിറ്റിയിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ ഓടി ക്ഷീണിച്ചിട്ട് വെള്ളവും കുടിക്കാൻ കഴിയുന്നില്ല. അവസാനം ഒരിടത്ത് വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നതും ഇപ്പോഴും സമാധാനം ഉണ്ടോ ഇല്ല, കാരണം ഫോണിൽ ആ ഒരു ബീപ് ശബ്ദം വീണ്ടും കേൾക്കുന്നു. ഇനി ഒരു ദിവസം കഴിയാനായിട്ട് ഇനി എത്ര നേരം കൂടി ഉണ്ടെന്ന് അറിയാൻ കഴിയാതെ അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റ് അങ്ങനെ പോവാണ്. കാരണം ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് കില്ലർമാരെന്തായാലും അവിടേക്ക് വരും. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് താഴെ കുറച്ച് വെള്ളം കിടക്കുന്നത് ഇങ്ങനെ കാണുന്നത്. അതെങ്ങനെ കുടിക്കാന്ന് പറഞ്ഞ് വേറെ നിവർത്തിയില്ല, കുടിച്ചേ പറ്റൂ. അങ്ങനെ കുടിക്കുമ്പോഴത്തേക്ക് അടുത്തൊരു നായ എന്നിങ്ങനെ കുടിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നടന്ന് മറ്റൊരിടത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു കാർ അവന്റെ അടുത്തേക്ക് വന്നിങ്ങനെ നിൽക്കുന്നു. ചേട്ടാ അടുത്ത കൊലയാളിയാണോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് അത് അവന്റെ ഫ്രണ്ട് ആയിരുന്നു, നമ്മുടെ താടിക്കാരൻ. അത് കാണുന്നത് ഹീറോ ക്യാഷ്വസ് ആയിട്ട്, ഓ ശരി പെട്ടെന്ന് വണ്ടി എടുക്കാന്ന് പറഞ്ഞ് കാറിൽ കയറുന്നതും അവൻ വണ്ടി എടുത്തിട്ട്, എടാ എന്താ പറ്റിയേ, നീ ഇത്രയും നേരം എവിടെയായിരുന്നെല്ലാം ചോദിക്കുമ്പോൾ, ഇല്ലല്ല ഞാൻ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടുപോയി, അതെന്തായാലും ഇപ്പൊ നിന്നോട് പറയാൻ കഴിയത്തില്ല, എന്തായാലും അവളെ നീ സേഫ് ആയിട്ട് തന്നെ ഒരിടത്ത് വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു കാറിൽ നിന്ന് താഴേക്കെടുത്തൊരു ഒറ്റ ചാട്ടം. അങ്ങനെ ആ ഒരു ഫ്രണ്ട് കാര്യം മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് പോകുന്നതും ഹീറോ താഴെ വീഴുമ്പോ തന്നെ നീല കോട്ടിട്ട ആ ഒരു കില്ലർ ഹീറോയെ കൊല്ലാനായിട്ട് പുറകെ തന്നെ വരികയാണ്. അങ്ങനെ ഹീറോ ആണെങ്കിലും പേടിച്ച് മുന്നിലേക്ക് ഇങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് ആരോ ഒരാൾ തലക്കിട്ട് ഒരു കൊട്ടും കൊടുത്ത് ഹീറോയുടെ ബോധം പോയി. അതേസമയം ഹീറോയുടെ ഫ്രണ്ടിനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഹീറോയിനോട് പറയും, ഇതേപോലെ ഞാൻ അവനെ ഇപ്പൊ കണ്ടിട്ട് വന്നതേ ഉള്ളൂ, എന്തായാലും
അവൻ എന്തൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, നിന്നോട് സേഫ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് നീ എന്തായാലും എന്റെ വീട്ടിൽ താമസിച്ചാൽ മതി, അവൻ എന്ത് പറ്റിയെന്ന് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം എന്നിങ്ങനെ പറയുന്നതും ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഈ കള്ളന്മാരാണെന്ന് തോന്നുന്നു, റൗഡികളുണ്ടല്ലോ, അവര് നമ്മുടെ ഹീറോയെ തട്ടിക്കൊണ്ടു വന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയും, ദേ ഇത് നോക്ക്, നിന്റെ ഫോണിൽ ഒരുപാട് പണം ഉള്ളതായിട്ട് ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ട് ഇപ്പൊ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അത്രയും പണവും എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ എന്തായാലും കൊല്ലുമെന്ന് പറയുന്നത്. ഒന്ന് പോടാ ചകിരി തലയാ, എന്നെ കൊല്ലാനായിട്ട് ഇവിടെ 6 പേര് വരുന്നു, ഇനി അവരിൽ നിന്ന് രക്ഷപ്പെടണം, അതിനിടയ്ക്കാണ് ഇവന്മാര്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, എടാ ഞാനേ ഒരു പ്രശ്നത്തിലാണ്, എന്നെ കൊല്ലാനായിട്ട് ഒരു 5-6 പേര് വെളിയിൽ ചുറ്റി നടക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫോണിൽ ബീപ് ശബ്ദം കേൾക്കും, അവർ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ എന്തായാലും കൊല്ലും, അതുകൊണ്ട് എന്നെ വെളിയിൽ വിടുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ചകിരി തലയാണെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല, മര്യാദയ്ക്ക് പണം താ, ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഇപ്പൊ എന്താ പറയണമെന്ന് അറിയത്തില്ല, അവനാണെങ്കിൽ തോക്കെടുത്ത് തലയിലും വെച്ചേക്കുന്നു. അതേസമയം ആ ഒരു ബീപ് സൗണ്ട് വീണ്ടും കേൾക്കുന്നതും, എന്താടാ അലാറം വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണോ എന്ന് ആ ഒരു ചകിരി തലയും പറയുമ്പോൾ വെളിയിൽ ആരോ വന്നതുപോലെ ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആരായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അതിലൊരുത്തൻ ഒരു തൊപ്പിക്കാരൻ നേരെ ഡോറിനടുത്തേക്ക് ചെല്ലുന്നതും ഡോർ തുറക്കുന്നതിന് മുന്നേ തന്നെ വെളിയിൽ നിന്ന് തോക്കെടുത്ത് അപ്പോഴേ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ആരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോ ഒരു ബസ്സിലേക്ക് കയറുമ്പോൾ ഒരു മുടിയൻ ബസ് തടഞ്ഞു നിർത്തി കയറുമല്ലോ, അവനായിരുന്നു അത്. ഭാഗ്യത്തിന് നമ്മുടെ ഹീറോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അപ്പൊ തന്നെ കാര്യം കഴിഞ്ഞാനെ. അപ്പൊ ഒരു മുടിയൻ, നീലക്കോട്ടിട്ട കില്ലറ്, പിന്നെ ആ ഒരു മീശക്കാരൻ, പിന്നെ കില്ലി, പിന്നെ മൊട്ട എന്തായാലും മരിച്ചു, ഇനി ബാക്കിയുള്ളത് ഇവർ 4 പേരുമാണ്. അങ്ങനെ ആ ഒരു മുടിയനും ബാക്കിയുള്ളവരും കൂടി അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് ഹീറോ ആണെങ്കിൽ റൂമിലെല്ലാം പോയി ഒളിച്ചിട്ട് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ബാത്റൂം വഴി ഒരു ജനലുണ്ട്, അതുവഴി വെളിയിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കാണ് താഴെ നിന്ന് ആ ഒരു മീശക്കാരനുണ്ടല്ലോ അവൻ മുകളിലേക്ക് കയറി വരുന്നു. ഇപ്പൊ വെളിയിലേക്കും പോകാൻ കഴിയത്തില്ല, അകത്ത് ഡോർ തുറന്ന് അവിടേക്കും പോകാൻ കഴിയത്തില്ല. അപ്പോഴേക്കും ആ ഒരു മുടിയൻ അകത്തേക്ക് വന്നിട്ട് തോക്കെടുത്ത് നല്ല ഇതിൽ ഷൂട്ട് ചെയ്യാണ്. ഇത് കാണുന്നതും മീശക്കാരൻ അത് നോക്കി ചിരിച്ച് അവന്റെ നിയന്ത്രണം വിട്ട് നേരെ താഴേക്ക് വന്ന് വീഴുന്നു. ഹീറോ എന്തായാലും അതിനകത്ത് പെട്ടുപോയി. അപ്പോഴേക്കും മുടിയൻ നേരെ അകത്തേക്ക് കയറി വന്ന്, നിന്നെന്തായാലും ഈ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് കൊല്ലാൻ കഴിയത്തില്ല, അത് റോളിലില്ല, അതുകൊണ്ട് ഇതേ ഈ ഒരു ഷോക്ക് കൊടുക്കുന്ന മെഷീൻ വെച്ചിട്ടാണ് നിന്നെ കൊല്ലാൻ പോകുന്നത് എന്നും പറഞ്ഞ് ആ ഒരു മെഷീൻ എടുത്ത് ഹീറോയ്ക്ക് ഷോക്ക് കൊടുക്കാന്ന് പറഞ്ഞ് വരുന്നതും പെട്ടെന്ന് ആ ഒരു മുടിയനെ ആരോ ഷൂട്ട് ചെയ്യുന്നു. ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ചകിരിത്തലയൻ. അങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ അവിടെ നിന്ന് ഒരു തോക്കും എടുത്ത് അവിടെ ഒരു മെഡിസിൻ ഉണ്ട്, ആ ഒരു മെഡിസിനും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ആ ഒരു കണ്ണാടിയെ വന്നൊരു ഒറ്റയിടി. അപ്പൊ അവൻ എന്തായാലും നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്യുന്ന ഒരുത്തനാണല്ലോ, അവൻ അവിടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ കയ്യിൽ ആ ഒരു തോക്കിരിക്കുന്നതും കാണും. അങ്ങനെ ഹീറോ നേരെ അടുത്തായിട്ട് പോകുന്നത് ഒരു ആശുപത്രിയിലേക്കാണ്. അവിടെ ചെന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു മരുന്നെടുത്ത് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്നോട് പറയാൻ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവനെ തട്ടിക്കൊണ്ടുപോയി അവരുണ്ടല്ലോ, അവർ ഹീറോയുടെ ആ ഒരു മരുന്ന് കണ്ടിട്ട്, എന്താടാ ഫേക്ക് ആയിട്ടുള്ള മരുന്നല്ലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, എന്നിട്ട് ഞങ്ങളെ പറ്റിക്കാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സംശയം കൊണ്ടാണ് അവൻ യൂസ് ചെയ്യുന്ന ആ ഒരു മരുന്ന് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള അവരാണെങ്കിലും ഈ ഒരു മരുന്ന് ചെക്ക് ചെയ്തിട്ട്, ഇല്ലല്ലോ ഞങ്ങൾ ഇതുപോലെയുള്ള മരുന്നുകളൊന്നും വെളിയിൽ വിൽക്കാറില്ല, ആർക്കും അങ്ങനെ കൊടുക്കാറുമില്ല എന്ന് പറയുമ്പോൾ, നല്ലതുപോലെ നോക്കും മേഡം, 2 ദിവസത്തിന് മുന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അപ്പോൾ തന്ന മരുന്നാണെന്ന് പറയുമ്പോഴത്തേക്കും, ഇല്ലില്ല ഇതുപോലെയുള്ള മരുന്നുകളൊന്നും ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല, അതുമല്ല നിങ്ങൾ പറയുന്ന പേരിലുള്ള ആ ഒരു ഡോക്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് ചില സത്യങ്ങളും മനസ്സിലായി തുടങ്ങുന്നത്. എന്നിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്ന ആ ഒരു പണക്കാരനെ വിളിച്ചിട്ടാണ്, ഓ അപ്പോൾ ഇതേപോലെ എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് എന്നെ വിശ്വസിപ്പിച്ച് ഈ ഒരു ഗെയിമിലേക്ക് നീ കൊണ്ടുവരുമായിരുന്നല്ലേ, അത് നീ ചെയ്ത കാര്യമില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും, അതെ നിന്നെ മനഃപൂർവ്വം തന്നെയാണ് ഈ ഒരു ഗെയിമിലേക്ക് ഞാൻ ചേർത്തത്, എന്തായാലും നിനക്കല്ലേ ലാഭം, ഇനി കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയവും കഴിയും, നിനക്ക് ആവശ്യമായിട്ടുള്ള പണവും നിന്റെ അക്കൗണ്ടിലേക്ക് വീഴും, അതുകൊണ്ട് നീ ഈ ഒരു ഗെയിം ജയിക്കാൻ നോക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല ഞാൻ ഒരിക്കലും ആ ഗെയിം കളിക്കാൻ പോകുന്നില്ല, ഞാനിപ്പോൾ പോലീസിൻ്റെ അടുത്തേക്ക് പോകാൻ പോവാണ്, എല്ലാ സത്യങ്ങളും പറയാൻ പോവാണ് എന്ന് പറയുമ്പോൾ, ഓ പോലീസിൻ്റെ അടുത്തേക്ക് പോകാൻ പോവാണ്, എന്നിട്ട് എന്താ നീ പറയുന്നത്, എൻ്റെ പേര് പറയാൻ പോവാണോ, ഞാൻ ആരാണെന്ന് പോലും നിനക്കറിയോ, ഇത്രയും ചെയ്യാൻ അറിയുന്ന എനിക്ക് എൻ്റെ യഥാർത്ഥ പേര് പറഞ്ഞിട്ട് നിന്റെ അടുത്തേക്ക് വരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ, അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, നിനക്ക് ജീവനോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഈ ഒരു ഗെയിം അവസാനിപ്പിക്കും, അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നിന്റെ ഭാര്യ ജീവനോടെ വേണ്ടേ, അവളാണെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നതെന്നും കൂടി പറഞ്ഞു, നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലല്ലേ ഇപ്പോൾ ഉള്ളത്, എനിക്ക് മനസ്സിലാവത്തില്ല എന്ന് വിചാരിച്ചല്ലേ, അതുകൊണ്ട് മര്യാദയ്ക്ക് ആ ഒരു ഗെയിം കളിച്ചു തീർക്ക് എന്നും പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്യുന്നു. അയ്യോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇവന് മനസ്സിലായി, ഇനി നമ്മുടെ ഹീറോ ആ ഒരു ഗെയിമിൽ ജയിച്ചേ പറ്റൂ. അങ്ങനെ ഹീറോ പെടുന്ന അവന്റെ ഭാര്യയെ വിളിച്ചിട്ട്, ഇതേപോലെ നീ ഇപ്പോൾ ഫ്രണ്ടിന്റെ വീട്ടിലാണോ ഉള്ളത്, എന്തായാലും അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, വേറെ ആരെയും വിശ്വസിക്കരുത്, പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വാ എന്നിട്ട് ഒരു അഡ്രസ്സും പറഞ്ഞു കൊടുത്ത് അവിടേക്ക് ചെല്ലാനായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഹീറോ പറഞ്ഞതുപോലെ അവളും പതിയെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നേരെ അവൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും ഹീറോയിൻ അവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ 2 പോലീസുകാർ അവിടേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കും, എന്താ മേഡം നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നു. ആ ഒരു സമയത്ത് ആ പോലീസുകാരൻ പെട്ടെന്ന് ഹീറോയിനെ വിളിച്ചിട്ട് അവളുടെ തലയിലേക്ക് തൂക്ക് വയ്ക്കുന്നതും എന്താണെന്ന് വെച്ചാൽ അതും ആ ഒരു പണക്കാരന്റെ ആളുകളായിരുന്നു. എന്നിട്ട് ഹീറോയോട് പറയും, മര്യാദയ്ക്ക് ആ ഒരു ഗെയിം അവസാനിപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവളുടെ കാര്യം നീ ആലോചിക്കുക വേണ്ടെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് പോകുന്നതും ഹീറോയ്ക്ക് ഇപ്പോൾ വേറെ വഴിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും ഫോണിൽ ആ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നതും ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ പഴയൊരു ഫാക്ടറിക്കകത്തേക്ക് ഇങ്ങനെ പോവാണ്.
അങ്ങനെ അവൻ അതിനകത്തേക്ക് കയറുന്നതും ബാക്കിയുള്ള ആ ഒരു 3 കില്ലർമാരുണ്ടല്ലോ, അവര് 3 പേര് അവിടേക്ക് വന്നിട്ട് ഇവര് 3 പേര് പരസ്പരം ഒരു വഴക്കുണ്ടാക്കുകയാണ്. ഇവരിൽ ആരാണ് നമ്മുടെ ഹീറോയെ കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെ കൊന്നു കഴിഞ്ഞാൽ ഇവർക്കും അധികമായിട്ട് പണം കിട്ടും, അതുകൊണ്ട് ഞാൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇവര് 3 പേര് മത്സരിച്ച് അകത്തേക്ക് വരുന്നതും ഹീറോ ആണെങ്കിൽ അവര് 3 പേരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജീവനും കൊണ്ട് ഓടുന്നു. അങ്ങനെ ഓടിപ്പോകുമ്പോഴത്തേക്കും ഒരവസരത്തിൽ ആ ഒരു മീശക്കാരൻ നമ്മുടെ ഹീറോയെ പിടിച്ചടിച്ച് കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ അവനെ അടിച്ചു കളഞ്ഞ് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകും. അങ്ങനെ ഓടുന്ന സമയത്താണ് കാല് തട്ടിയിട്ട് പെട്ടെന്ന് താഴേക്ക് ഒന്ന് വീഴുന്നു. അതുമല്ല, അവന്റെ കയ്യിലുള്ള ആ ഒരു തോക്കും തെറിച്ച് മുന്നിലേക്ക് വന്ന് വീഴാണ്. അങ്ങനെ ഹീറോ ആ ഒരു തോക്കെടുക്കാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് വേറെ ഒരാൾ വന്നിട്ട് ആ ഒരു തോക്ക് എടുക്കുന്നു. ആരാണെന്ന് കാണിക്കുമ്പോൾ ഹീറോയുടെ സുഹൃത്ത്. അപ്പോൾ ഹീറോ പറയും, ഓ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ, നീ ആ ഒരു പണക്കാരൻ്റെ ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഫ്രണ്ട് പറയും, ഹേയ് നീ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ നിന്റെ ഫ്രണ്ടാടാ, എന്നെ വിശ്വസിക്കുന്നു പറയുമ്പോൾ ഹീറോ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു തോക്കെന്റെ എഴുതാ എന്നിങ്ങനെ പറയുന്നതും ആ താടിക്കാരൻ പെട്ടെന്ന് തോക്കെടുത്ത് ഹീറോയെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവിടെയാണ് ടെസ്റ്റ്, നമ്മുടെ ഫ്രണ്ട് ഒരിക്കലും ചതിയനല്ല. കാരണം ഹീറോയെല്ലാം അവൻ ഷൂട്ട് ചെയ്തത് ഹീറോയുടെ പുറകിൽ ആ ഒരു കില്ലി ഉണ്ടല്ലോ, അവള് വന്നിരുന്നു, അവളെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, എടാ സോറി, ഞാൻ നിന്നെ വിശ്വസിക്കണമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാം എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് ഫ്രണ്ടിന്റെ തോളിലേക്ക് ആരോ ഷൂട്ട് ചെയ്യുന്നു. ആരാണെന്ന് കാണിക്കുമ്പോൾ ആ നീല കോട്ടിട്ട കില്ലർ. അങ്ങനെ ഹീറോ ആണെങ്കിലും ആ ഒരു ഫ്രണ്ടിനെയും കൂട്ടി മറ്റൊരിടത്തേക്ക് ഒന്ന് ഒളിച്ചിരുന്നിട്ട് അവിടെ വന്ന് ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ആ ഒരു കില്ലർ വരുന്നു. അപ്പോഴേക്കും ഹീറോ നോക്കുമ്പോൾ അവിടെ ഫ്യൂവലൊക്കെ ഉണ്ട്, അതിങ്ങനെ തുറന്നു വിട്ടിട്ട് പെട്ടെന്ന് തീ കൊടുക്കുന്നതും ആ ഒരു കില്ലറിന്റെ അടുത്തേക്ക് വരുന്നതും അവൻ ഓടി വന്നൊരു ഒറ്റച്ചാട്ടം. അതുമല്ലാതെ നമ്മുടെ ആ ഒരു മീശക്കാരനും ഈ തീ പിടിക്കുന്ന ഏതോ ഒരു സ്ഥലത്തിരിക്കുമായിരുന്നു, അതുകൊണ്ട് ആ ഒരു മീശക്കാരൻ അവിടെ വെച്ച് മരിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ആ ഒരു നീല കൊട്ടിട്ട കില്ലർ മാത്രം. അങ്ങനെ ഹീറോ ആ ഒരു ഫ്രണ്ടിനെ അവിടെ എടുത്തിട്ട് നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് നേരെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു കണ്ണാടി വെളിയിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ കണ്ണാടി പണക്കാരൻ്റെ ആളാണല്ലോ, അതുകൊണ്ട് ഓടി വന്ന് അവനെ ഒരു ഇടിച്ച് താഴേക്ക് ഇട്ടിട്ട് എന്റെ ഭാര്യ ഇപ്പൊ എവിടെയാണുള്ളത്, മര്യാദയ്ക്ക് പറഞ്ഞെന്ന് പറയുമ്പോൾ നീ വാങ്ങിച്ച ഒരു ബിൽഡിംഗ് ഇല്ലേ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിലും നേരെ അവന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അതിനകത്തേക്ക് ഓടിക്കയറി അവന്റെ ഭാര്യ ഇങ്ങനെ രക്ഷിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് നീല കോട്ടിട്ട് ആ ഒരു കില്ലർ അവിടേക്ക് വരുന്നു. ഇവന്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാലും എന്തായാലും തീർന്നു. അതുകൊണ്ട് ഹീറോ പെട്ടെന്ന് അവന്റെ ഭാര്യ അവിടെ നിർത്തിയിട്ട് നേരെ മുകളിലേക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഓടി ഇങ്ങനെ കയറുകയാണ്. അങ്ങനെ ഹീറോ ഓടി മുകളിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ കയ്യിൽ ഇപ്പൊ തോക്കില്ല, അതുമല്ല ആ ഒരു കില്ലറിന്റെ കയ്യിലാണെങ്കിൽ തോക്കുണ്ട്. അപ്പോൾ ഹീറോ പറയും, ദേ എന്റെ കയ്യിൽ തോക്കില്ല, അതേപോലെ തന്നെ റൂള് നീ തെറ്റിക്കരുത്, തോക്കുകൊണ്ട് ഒരിക്കലും നീ എന്നെ കൊല്ലാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ കില്ലർ അവന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കത്തി എടുത്ത് ശരി ഇത് വെച്ച് നിന്നെ കൊല്ലാലോ എന്ന് പറഞ്ഞിട്ട് ഓടി ഹീറോയെ കുത്താനായിട്ട് ഇങ്ങനെ വരുന്നതും ഹീറോയുടെ കാല് തെറ്റിയിട്ട് അതിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. അങ്ങനെ അവനും അടുത്തേക്ക് വന്നിട്ട് കയ്യിൽ കുത്താന്നും പറഞ്ഞ് പതിയെ അവനെ വേദനിപ്പിച്ച് കൊല്ലാന്നുള്ള രീതിയിൽ കയ്യിൽ കുത്താന്നും പറഞ്ഞ് ഇങ്ങനെ കത്തി പോക്കുന്നതും അവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാല് സൂര്യൻ അങ്ങനെ ഉദിക്കുന്നതും ഇപ്പോൾ അടുത്ത ദിവസമായി, അതുകൊണ്ട് കില്ലറിന് ഇപ്പോൾ ഹീറോയെ കൊല്ലാൻ കഴിയത്തില്ല. അപ്പോഴേക്ക് കില്ലർ പെട്ടെന്ന് അങ്ങനെ അവസാനം നീ രക്ഷപ്പെട്ടു ശരിയെന്ന് പറഞ്ഞ് ഹീറോയെ വലിച്ച് മുകളിലേക്കാക്കി ആ ഒരു കില്ലർ അവിടെ നിന്ന് പോകുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗെയിമാണ്, അതുകൊണ്ട് റൂളെല്ലാം കറക്റ്റായിട്ട് തന്നെ വേണം, സമയം കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, അല്ലാതെ മറ്റുള്ളവരെ പോലെ ഈ വാശിയും വൈരാഗ്യമൊന്നുമില്ല. അങ്ങനെ ഹീറോ അവിടെ നിൽക്കുന്നതും ആ ഒരു പണക്കാരൻ ഹീറോയെ വിളിച്ചിട്ട് ഇതേപോലെ നീ ഗെയിമിൽ ജയിച്ചു, നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പണം അയച്ചു തരാൻ പോവാണ്, ഇത് കഴിഞ്ഞിട്ട് ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് നീ നിന്റെ ലൈഫ് എന്തായാലും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തോ, കാരണം നിനക്ക് ബ്രെയിൻ ട്യൂമറും ഇല്ല, വേറൊരു കുഴപ്പമില്ല, നിന്റെ കാര്യങ്ങൾ നോക്കി നിന്റെ ഭാര്യയെ നോക്കി സന്തോഷമായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കുഴപ്പമില്ല, തന്റെ ഭാര്യ വന്ന് അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഈ ഒരു ഗെയിമും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.